സ്വാതന്ത്ര്യമോ പാരതന്ത്രമോ? കഴിഞ്ഞ 10ലധികം ദിവസങ്ങളായി ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും കാതുകളും മിഡിൽ ഈസ്റ്റ് രാജ്യമായ സിറിയയിലേക്ക് ജാഗ്രതയോടെ നോക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട അസദ് കുടുംബത്തിന്റെ വാഴ്ചയ്ക്കെതിരെ ഓരോ കാലഘട്ടത്തിലും വൃണീത ഹൃദയരും വ്യവസ്ഥകൾക്കെതിരെ കലഹിക്കുന്ന വിമത ശക്തികളായ സിറിയക്കാരുടെ മുന്നേറ്റങ്ങളും അവിടെ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ നവംബർ 27-ാം തീയതി ആരംഭിച്ച വിമത തീവ്രവാദ മുന്നേറ്റത്തിൽ അസദ് ഭരണകൂടം കടപുഴകുന്ന കാഴ്ചയാണ് കണ്ടത്. കേവലം 11 ദിവസങ്ങൾ മാത്രം നീണ്ട പോരാട്ടത്തിലൂടെ വിമത തീവ്രവാദി ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം നേതൃത്വം കൊടുത്ത വിമത തീവ്രവാദ ശക്തികൾ 54 വർഷങ്ങൾ നീണ്ട് അസദ് ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. ബാഷർ അസദിനെതിരെ തേരോട്ടം നടത്തിയ വിമത ഭീകരന്മാർ ആദ്യഘട്ടത്തിൽ അലപ്പോ നഗരമാണ് പിടിച്ചെടുത്തത്. പുറകെ സിറിയയിലെ 4ാമത്തെ വലിയ പട്ടണമെന്നറിയപ്പെടുന്ന ഹമ പിടിച്ചെടുക്കുകയും തൊട്ടുപുറകെ ഹോംസ് നഗരവും പിടിച്ചെടുത്തതിനു ശേഷമാണ് തീവ്രവാദികൾ സിറിയയുടെ തലസ്ഥാന നഗരമായ ദമാസ്കസും പിടിച്ചെടുത്തത്. അതോടെ അപകടം മണത്ത ബാഷർ അൽ അസാദ് സിറിയ വിട്ട് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം മുമ്പേ തന്നെ റഷ്യയിൽ അഭയം തേടിയിരുന്നു. ബാഷറും ഇപ്പോൾ റഷ്യയിലെത്തി കഴിഞ്ഞു. റഷ്യ ബാഷറിനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ സിറിയയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന വിമത ഭീകര ശക്തികൾ സിറിയയെ മറ്റൊരു അഫ്ഗാനിസ്ഥാനാക്കി മാറ്റുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഭൂഖണ്ഡത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്താണ് സിറിയ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ലബനൻ, ഇസ്രായേൽ, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങളാണ് സിറിയയുമായി അതിരുകൾ പങ്കിടുന്നത്. അതിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രായേലും പടിഞ്ഞാറ് ലബനനുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിറിയയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഗോലാൻ കുന്നുകളിൽ നിന്ന് മൊസാദിന്റെ കഴുകൻ കണ്ണുകൾ സിറിയയെ നിരന്തരമായി വീക്ഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ ഇസ്രയേലിന്റെയും ജോർദാന്റെയും ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇറാഖിന്റെയും സൗദി അറേബ്യയുടെയും ഏതാനും ഭാഗങ്ങളും പിന്നെ ലബനനും ചേർന്നതായിരുന്നു പ്രാചീനകാലത്തെ സിറിയ. ക്രിസ്തുവിന് മുൻപ് 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് അമോറൈറ്റ് ഗോത്രക്കാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. പിൽക്കാലത്ത് അസീറിയൻ ശക്തികളും അതിനുശേഷമാണ് ബാബിലോൺ, മേദ്യ, പേർഷ്യ, യവനന, റോമ സാമ്രാജ്യങ്ങൾ സിറിയയിൽ ആധിപത്യം സ്ഥാപിച്ചത്. റോമക്കാരുടെ പ്രവിശ്യയായി മാറിയ സിറിയയിൽ ക്രിസ്തുമതം അതിന്റെ ആരംഭത്തിലെ സിറിയയിലെത്തി. വിശുദ്ധ പത്രോസിലൂടെയും പൗലോസിലൂടെയും ദമാസ്കസ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമായി മാറി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്നാണ് സിറിയ അറിയപ്പെടുന്നത്.
സിറിയയിൽ നിന്ന് ധാരാളം മെത്രാന്മാരും സഭാ പിതാക്കന്മാരും മാർപ്പാപ്പമാരും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 7-ാം നൂറ്റാണ്ടിലാണ് സിറിയയിൽ ഇസ്ലാമിക അധിനിവേശം ഉണ്ടായത്. തുടർന്ന് പല മുസ്ലിം രാജവംശങ്ങളും സിറിയയെ ഭരിച്ചു. ഒട്ടോമൻ തുർക്കികളിലൂടെ അവരുടെ ഭരണം 1918 വരെ നീണ്ടു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ലെബനൻ സിറിയയിൽ നിന്നും വേർപെട്ടു. 1958 ആയപ്പോൾ ഈജിപ്തുമായി ചേർന്ന് ഐക്യ അറബ് റിപ്പബ്ലിക്കിന് ഇവർ രൂപം നൽകിയെങ്കിലും ആ കൂട്ടുകെട്ടുകളെല്ലാം 1961 പര്യവസാനിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വിമത വിപ്ലവകാരികൾ സിറിയയെ അട്ടിമറിച്ചതുപോലെ തന്നെ അടുത്ത 4 വർഷങ്ങൾക്ക് ശേഷം 1964 നടത്തിയ വിപ്ലവത്തിലൂടെ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടി സിറിയൻ അധികാരം പിടിച്ചെടുക്കി. 1966 വീണ്ടും അട്ടിമറിയിലൂടെ അധികാരം മാറിമറിഞ്ഞു. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ഹാഫിസ് അൽ അസദ് 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പട്ടാള അട്ടിമറിയിലൂടെ സിറിയയുടെ ഭരണം പിടിച്ചെടുത്തതോടെയാണ് സിറിയയിൽ അസദ് കുടുംബവാഴ്ചയ്ക്ക് കളമൊരുങ്ങിയത്. ഇപ്പോഴത്തെ വിമത ഭീകര ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് റഷ്യയിലേക്ക് പോയ ബാഷറിന്റെ പിതാവായിരുന്നു ഹാഫിസ് അൽ അസാദ്. അദ്ദേഹം പിന്നീട് സ്വയം പ്രഖ്യാപിതമായി പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെയായി എന്നതാണ് ചരിത്രം. ആ ഭരണം 2000 അദ്ദേഹം മരിക്കുന്നതുവരെ തുടർന്നു. അയാളുടെ മരണശേഷം 2000 ജൂൺ 10 മകൻ ബാഷർ അൽ അസദ് പിൻഗാമിയായി അധികാരത്തിലേറിയത്. സ്വേച്ഛാധിപത്യ രീതിയിൽ മുൻപോട്ട് പോയ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള വിമത നീക്കങ്ങൾ പലപ്പോഴും ശക്തമായിട്ടുണ്ടായിരുന്നു. അസദിന്റെ സിറിയൻ സർക്കാരും സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന വിമത സൈന്യവും തമ്മിൽ 2011 മാർച്ച് 15 മുതൽ ശക്തമായ ആഭ്യന്തര യുദ്ധം നടന്നിരുന്നു. അതാണ് ഇപ്പോൾ സർക്കാരിനെ അട്ടിമറിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. റഷ്യയും ചൈനയുമൊക്കെ ബാഷർ ഭരണകൂടത്തെ ശക്തമായി തന്നെ പിന്തുണച്ചപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പരസ്യമായി വിമത സൈന്യത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് കൈക്കൊണ്ടത്. തുടക്കത്തിൽ വിമത പ്രക്ഷോഭങ്ങൾ സമാധാനപരമായിരുന്നു. എന്നാൽ അതിനെ സർക്കാർ അടിച്ചമർത്തൽ തുടങ്ങിയതോടെ സ്ഥിതിഗതികൾ അക്രമാസക്തമാകുകയും വർഷങ്ങളായി നിലനിൽക്കുന്ന യുദ്ധത്തിൽ ഇരുവശത്തും ഗുരുതരമായ മനുഷ്യാവകാശ ധ്വംസനം നടന്നെന്നും അക്കാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ 2013 ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 70,000 പേർ കൊല്ലപ്പെടുകയും 35 ലക്ഷം പേർ അഭയാർത്ഥികളാവുകയും ചെയ്തുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ മുൻപ് കീഴടക്കിയതോടെ ഇസ്രായേലുമായി തർക്കവും വൈരാഗ്യവും സിറിയയ്ക്കുണ്ടായിരുന്നു. ഏതായാലും സിറിയയിലെ ഭരണമാറ്റത്തോടെ വിമത ഭീകര സംഘടനയുടെ സിറിയ ഇപ്പോൾ പൂർണ്ണമായ തോതിൽ ഇസ്രായേലിന്റെ ശത്രുനിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. അസാദിന്റെ ഭരണത്തിലായിരുന്ന കാലം മുതൽ സിറിയ ഇറാന്റെയും ഹിസ്ബുള്ളകളുടെയും റഷ്യയുടെയും സഖ്യകക്ഷിയായിരുന്നു. ഇവിടെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള നിരവധി ആയുധ നിർമ്മാണശാലകളും തീവ്രവാദ ബങ്കറുകളുമൊക്കെ സ്ഥിതി ചെയ്തിരുന്നു. ഹമാസിനും ഹിസ്ബുള്ളകൾക്കും എതിരെയുള്ള യുദ്ധത്തിനിടെ അത്തരം ആയുധ നിർമ്മാണശാലകളിൽ ചിലത് ഇസ്രായേൽ തകർക്കുകയും ചെയ്തിരുന്നു. സിറിയയിലെ ആഭ്യന്തര സംഭവങ്ങളിൽ ഇടപെടുന്നില്ലെന്ന നിലപാടാണ് ഇസ്രായേലിന്റേതെങ്കിലും തെല്ലും അമാന്തിച്ചു നിൽക്കാതെ സിറിയയുടെ വടക്കൻ അതിർത്തിയിൽ സൈനികവൽക്കരിക്കപ്പെട്ട ഗോലാൻ ബഫർ സോണിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ജാഗ്രതയോടെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. വിമത ഭീകരർ സിറിയയെ കീഴടക്കിയതോടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം സിറിയയ്ക്ക് നേരെ അഴിച്ചുവിടുകയും ആയുധശാലകളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. സിറിയയുടെ കയ്യിലിരിക്കുന്ന വൻ തോതിലുള്ള ആയുധ ശേഖരങ്ങൾ ഉപയോഗിച്ച് സിറിയൻ തീവ്രവാദികൾ തങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുള്ളതിനാൽ അത് മുൻകൂട്ടി തകർക്കുകയായിരുന്നു ഇസ്രായേൽ.
നിരവധി തീവ്രവാദ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഹയാത്ത് തഹ്രീൻ അൽ-ഷാം HTS തീവ്രവാദി ഗ്രൂപ്പാണ് ഇപ്പോൾ സിറിയൻ സർക്കാരിനെ അട്ടിമറിച്ച് ആ രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തീവ്രവാദി ഗ്രൂപ്പിന് ഇസ്ലാമിക് സ്റ്റേറ്റുമായും അൽ ഖ്വയ്ദയുമായി ശക്തമായ ബന്ധമാണ് മുൻപ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിബലുകളെ പിന്തുണയ്ക്കുന്നവർ തത്വത്തിൽ ഈ ഇസ്ലാമിക ഭീകര സംഘടനകളെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. ഏതായാലും സിറിയയ്ക്ക് വരും ദിനങ്ങളിൽ ട്രംപ് കൂടെ അധികാരത്തിൽ വരുന്നതോടെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മാറി മറയുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. 74% സുന്നി മുസ്ലിങ്ങളും 13% ഷിയാക്കളും 10% ക്രൈസ്തവരുമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ഭീകര ബന്ധമുള്ള സായുധ സംഘത്തിന്റെ കൈകളിൽ എത്തുമ്പോൾ എന്താകും സിറിയയുടെ ഭാവി എന്ന ആശങ്ക ഇപ്പോൾ ലോകത്തേവർക്കും ശക്തമായിരിക്കുകയാണ്. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.